ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഹോം മെയ്ഡ് സീരിയൽ നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയല്ലേ. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകരം നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മാവ് ഡോ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളും പിന്നെ ഒരു അരിപ്പയും കൂടി വെച്ച് കൊടുക്കുക. ഈ അരിപ്പയിലോട്ട് അര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ചേർത്ത്. ഇനി ഇതിലേക്ക് ഒരു കളറിനും പിന്നെ നല്ല ചോക്ലേറ്റ് ഫ്ലേവറിനും വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇപ്പം നോർമലായിട്ടുള്ള കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് കുറച്ച് ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് അരച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഈ മാവ് കുഴക്കേണ്ട വെള്ളം നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് അര കപ്പ് അളവിൽ വെള്ളം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ പകരം പാലിൽ വേണമെങ്കിലും ഇത് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ബട്ടർ കയ്യിലില്ലാത്തതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ആ പൊടികളിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് കുഴക്കേണ്ട, ജസ്റ്റ് നല്ല ചൂടുണ്ടാകും. ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട. ഈ വെള്ളം ഇതിന് കറക്റ്റായിട്ടുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും തന്നെ നന്നായിട്ട് മിക്സായ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇത് ഡോ ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ്. ഇത് നല്ല കൊക്കോ പൗഡറും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ചോക്ലേറ്റി ഫ്ലേവറാണ് ഇതിന് വരുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇപ്പം കുറച്ച് ഭാഗം എടുത്തിട്ട് ഒരു പലകയിലിട്ടിട്ട് ഒരു ചെറിയ തിക്നെസ്സിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. പരത്തി എടുത്ത ശേഷം ഞാനൊരു നോസിൽ എടുത്തിന്, അല്ലെങ്കിൽ ഒരു മൂടിയാണെങ്കിലും എടുക്കുക. എന്നിട്ട് ഹാഫ് മൂണിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ആക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പ് ആക്കിയിട്ട് വെക്കുക. ഞാൻ ഇപ്പം കുറച്ച് ഈ രീതിക്കും കുറച്ച് കട്ട് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ചെറിയ ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി ഇത് ഷേപ്പാക്കി വെച്ചതെല്ലാം നമുക്ക് ഒരു ഫ്രെയിം പാനിൽ വെച്ച് കൊടുക്കാം. ഇത് സാധാരണ കേക്കെല്ലാം ബേക്ക് ചെയ്തിട്ടെടുക്കുന്ന പോലെ ബേക്ക് ചെയ്തിട്ടെടുത്താൽ മതി. എന്നാൽ അത്ര ടൈം വേണ്ട. ഏകദേശം ഒരു 12 to 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെന്തായാലും കുക്കായിട്ട് കിട്ടും. ഓവനിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടിട്ട് ഒരു 12 to 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഫ്രൈങ് പാനിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ ഒന്ന്. ഇനി ബാക്കിയുള്ളത് വേറെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചോക്കോസ് എല്ലാം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂലേ, വേറൊരു ഷേപ്പ് പ്രസ്സായിട്ട് അതേപോലെ ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഷേപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ടും പാലിട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ടും ആ ഒരു ടെക്സ്ചർ നമ്മൾ ചോക്കോസ് കടയിൽ നിന്ന് വാങ്ങൂലേ, ആ ഒരു ടെക്സ്ചർ തന്നെ കൊക്കോ പൗഡർ ഇട്ടുകൊണ്ട് തന്നെ നല്ല ചോക്ലേറ്റി ഫ്ലേവറുമാണ്. ഇനി കുറച്ച് ഭാഗം ഞാൻ മൈക്രോവേവ് സേഫ്റ്റി ആയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിന്. മൈക്രോവേവിൽ ഒരു 3-3.5 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടെടുക്കുക. മൈക്രോവേവ് ഓവനും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്രൈങ് പാനിൽ വെച്ചാലും അടിപൊളി തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ 15 മിനിറ്റിന് ശേഷം തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് സോഫ്റ്റ് ഉണ്ടാവും. കൂടുതൽ ഹാർഡാക്കാൻ വേണ്ടി നിൽക്കരുത്. അത് ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് വന്നോളും. അപ്പോൾ മൈക്രോവേവിൽ വെച്ചത് കുക്കായിട്ട് കിട്ടീനി. നിങ്ങൾ സൗണ്ട് കിട്ടില്ല, അതേപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ കഴിക്കാനും നല്ല രസമാണ്. ഇതിനൊന്ന് പൊട്ടിച്ച് കാണിച്ചിട്ടാ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട്, എന്താ പറയുക, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്കോസിൻ്റെ അതേ ഒരു ടെക്സ്ചർ തന്നെ ഇതിന്.
കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വട്ടം ഒന്ന് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. ഇനി നമ്മൾ ഫ്രൈങ് പാനിൽ വെച്ചതും കുക്കായിട്ട് കിട്ടിനി. അപ്പോൾ നമ്മളെല്ലാം കുക്കാക്കിയിട്ട് എടുത്ത് ഞാൻ ഫ്രൈങ് പാനിലും മൈക്രോവേവിലായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്തതാണിത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്കാൻ വെക്കൂലേ, അതേപോലെ ബേക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. പിന്നെ ഫ്രൈങ് പാനിൽ വെക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ടൈം ഇട്ടിട്ട് ബേക്ക് ചെയ്യണ്ട, അപ്പോൾ ഹാർഡായി പോകും. ഏകദേശം 15 മിനിറ്റ് വെച്ചാൽ മതി. കുറച്ച് പാല് ചൂടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ഇതിലേക്ക് സീരിയലും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. പാലിലിട്ട് കഴിഞ്ഞാൽ ചോക്കോസായാലും എല്ലാം ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല, അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.